CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് അർബൻ ചാലഞ്ച് ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. പന്നിയൻകുറിശി തൂത റോഡിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം EMS ടൗൺ ഹാളിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവീസ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ചു. മഞ്ചേരി മുനിസിപ്പാലിറ്റി 7-ാം വാർഡിൽപ്പെട്ട നെല്ലിപ്പറമ്പ് മേലാക്കം കല്ലിങ്ങൽ പെട്രോളിയത്തിന് മുന്നിലെ സർവീസ് സെന്ററിലാണ് സംഭവം. ലഹരി മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തണ്ടർ പരിശോധനകളുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ വൻ മയക്കുമരുന്നുവേട്ട. കഞ്ചാവും MDMA-യുമായി പുലാമന്തോൾ സ്വദേശി പിടിയിലായി. വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എല്ലാ സ്കൂളുകളിലും എത്തിക്കുമെന്ന് മന്ത്രി KA തുളസി. മങ്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് അർബൻ ചാലഞ്ച് ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. പന്നിയൻകുറിശി തൂത റോഡിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം EMS ടൗൺ ഹാളിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചാടിക്കറി പിടിക്കേണ്ട കാര്യമില്ല. 100 കോടിയാണ് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്ലാൻ ഉള്ളതെങ്കിൽ അതിൽ 25 കോടി ഈ UCF വഴി നമ്മൾ പഞ്ചായത്തുകൾക്ക് ഗ്രാൻഡായിട്ട് അനുവദിക്കും. ബാക്കി വരുന്ന 25 കോടിയെ ലോണായിട്ട് അവർക്ക് കിട്ടണമെങ്കിൽ, ഇനി 75 ലോണായിട്ട് കിട്ടണമെങ്കിൽ അതിനും അഡ്കോ വഴി സഹായിക്കാമെന്ന് ഞാൻ ബഹുമാന്യമായിട്ടുള്ള നിങ്ങളുടെ ചെയർപേഴ്സണോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബസ് സ്റ്റാൻഡ് നാട്ടിൽ വരുമ്പോൾ ആ ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ ഒരു ഏറ്റവും മുനിസിപ്പാലിറ്റിക്ക് കൂടെ വരുമാനമുണ്ടാക്കാവുന്ന തരത്തിലേക്ക് അതിനെ കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ പ്ലാനിങ് സ്വകാര്യ കമ്പനികൾ വളരെ കൃത്യമായി വന്ന് രാഷ്ട്രീയക്കാരൊക്കെ വേണ്ട വിധത്തിൽ പാട്ടിലാക്കി അവർ ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ ലീസ് എന്ന പോലെ 10-35 കൊല്ലവും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും കയ്യിൽ നിന്ന് ഭൂമികൾ വാങ്ങി കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ചൂഷണമാണ്. ഇനി അത്തരത്തിലുള്ള PPPകളെ കേന്ദ്രീകൃതമായി മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനുകൾക്കും കൂടെ വരുമാനമുള്ള തരത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും ഒക്കെ തന്നെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ്. അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇവിടെ ബഹുമാന്യായ ചെയർപേഴ്സൺ പറഞ്ഞത് അങ്ങനെ PPPയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ തന്നെ അതിൽ വരുന്ന ഇതിനെ വരുമാനം വെച്ചത് അടക്കാൻ തയ്യാറാണെന്ന്. അത് ഏറ്റവും അനുകരണീയമായ മാതൃകയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനനുസൃതമായിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലാണോ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം ആവശ്യമുള്ളത് അതല്ലെങ്കിൽ അത് ലഭ്യമാക്കേണ്ടത് അതിൻ്റെ എല്ലാ സഹായവും ഈ മുനിസിപ്പാലിറ്റിക്ക് നൽകാൻ ഞാൻ ഒരുക്കമാണ് എന്നും, അത് നിങ്ങൾ റെഡിയാണെങ്കിൽ അതിനുള്ള സഹായം തീർച്ചയായിട്ടും നിങ്ങൾ മുനിസിപ്പൽ ചെയർപേഴ്സണും മുനിസിപ്പാലിറ്റിയും ഒരുമിച്ച് അതിനുള്ള ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കൂടെ ഞാൻ ഉറപ്പ് പറയുകയാണ്. കുടുംബശ്രീ പ്രസ്ഥാനം കേവലം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിന്ന് മാറി വലിയ അഭിവൃദ്ധിയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ സ്ത്രീ സമത്വമല്ല, മറിച്ച് ജെൻഡർ ജസ്റ്റിസ് ആണ് ഉറപ്പാക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്നതുകൊണ്ട് സ്ത്രീ പുരുഷ എന്ന് പറയുന്നിടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പുരുഷ സമത്വം എന്ന് പറയുന്നൊരു വാചകം തന്നെയുണ്ട്. എനിക്കതിനോട് കടുത്ത വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. സ്ത്രീ പുരുഷ സമത്വമല്ല, ജെൻഡർ ഈക്വാലിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ് പ്രധാനം പറയുന്നത്. ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഈ പുരുഷന്മാരുടെ ഒരു തട്ടിപ്പാണ്. സ്ത്രീ വളർന്നോട്ടെ, എൻ്റെ തോളിൻ്റെ അത്ര വളർന്നാൽ മതി എന്ന് പറയുന്നതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റിസ് അങ്ങനെയല്ല. ഒരു പുരുഷനേക്കാൾ പ്രാഗൽഭ്യമുണ്ട് ബിസിനസ്സിൽ നിങ്ങൾക്കെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യണമെന്നാണ്. കുടുംബശ്രീയുടെയൊക്കെ ഇപ്പം നിങ്ങളുടെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ 100ഓളം ഏക്കർ മധുരക്കിഴങ്ങിൻ്റെ കൃഷി ഏറ്റെടുത്തിരിക്കുന്നത് കുടുംബശ്രീയാണ്. അവരുടെ പ്രോഡക്റ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ലോകോത്തരമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിയാക്കാവുന്ന അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഞാൻ 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായി. അപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയുള്ളൂ, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയെ ഉയർത്താൻ ഉള്ളതാണ് ഈ പദ്ധതികൾ.
ഹരിതകർമ്മസേനാംഗങ്ങളെയും കുടുംബശ്രീ പ്രവർത്തകരെയും മന്ത്രിമാരുടെ പരിപാടികൾക്ക് ആളെ തികയ്ക്കാനുള്ള കൂട്ടമായി കാണരുതെന്നും ഹരിതകർമ്മസേന നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സേനയുടെ പ്രവർത്തന നിലവാരം കൂടുതൽ ഉയർത്തുന്നതിനും ആവശ്യമായ എല്ലാവിധ പിന്തുണയും ഇടപെടലുകളും സർക്കാർ നടത്തുമെന്നും മന്ത്രി KM ഷാജി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ദയവ് ചെയ്ത് മന്ത്രിമാരുടെ പരിപാടിക്ക് ആളെ തികക്കാനുള്ളതല്ല കുടുംബശ്രീയും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഹരിതകർമ്മസേനയും നിങ്ങൾ മനസ്സിലാക്കണം. ബുദ്ധിമുട്ടുള്ളവരൊക്കെ എണീച്ചു പോലെ വേണ്ടത്. അതാരും മുനിസിപ്പാലിറ്റിയും വിലക്കാൻ പാടില്ല, ആരും വിലക്കാൻ പാടില്ല. വെറുതെ ആവിട്ടിട്ട് നമ്മളെ പ്രസംഗം ഒന്ന് കേട്ട് ഗതികേടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾ അന്തസ്സോടുകൂടി നിങ്ങളൊരു കർമ്മം ചെയ്യാണ്. സംസ്ഥാന സർക്കാരിന്റെ 2025-26 ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് പന്നിയൻകുറിശി തൂത റോഡിന്റെ 2ാം ഘട്ട നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. നാടമുറിച്ചും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചെർപ്പുളശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ KT ജംസിയ സ്വാഗതം പറഞ്ഞു. KEL പ്രൊജക്ട് മാനേജർ K. ഉണ്ണികൃഷ്ണൻ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ V. അനിത, MR രാജേഷ്, രേഷ്മ, VP സമീജ്, ശ്രീലജ വാഴക്കുന്നത്ത്, കൗൺസിലർമാരായ KM ഇസ്ഹാഖ്, CA ബക്കർ, P. ജയൻ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ PM അക്ബർ അലി, KK അസീസ്, വിനോദ് കണ്ണാട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭാ സെക്രട്ടറി VT പ്രിയ നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. സർക്കാരിന്റെ പ്ലാൻ വിഹിതത്തിൽ മാറ്റം വന്നതിനാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ കുറവുണ്ടായതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി. അർബൻ ചാലഞ്ച് പദ്ധതി നടപ്പായാൽ നഗരസഭകൾക്ക് ഇതെല്ലാം മറികടക്കാനാകും. PM ശ്രീയിൽ കമന്റ് ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. ബജറ്റിൻ്റെ പ്ലാൻ സൈസ് ചെറുതായി. സ്വാഭാവികമായിട്ട് ബജറ്റ് വലിയ കടബാധ്യതകൾ ഏറ്റെടുത്തൊരു സർക്കാരാണ്. അതിൻ്റെ പ്ലാൻ സൈസിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയൊരു ഫണ്ട് വിഹിതം വാങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഷോർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്നു എന്ന് തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനി വരുന്ന ആളുകളിൽ പരിഹരിച്ച് പോവുകയാണ്. അപ്പോൾ 3ാം ഗഡു വരെ കൊടുത്തിട്ടല്ല ഈ സർക്കാർ പോയത്. കഴിഞ്ഞ സർക്കാർ പോകുന്നത് 3ാം ഗഡു കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ഒരുപാട് വൈകിട്ടാണ്. അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പീരീഡ് വരുമ്പോൾ അടുത്ത ഗഡു ആദ്യ സമയത്ത് തന്നെ കൃത്യമായിട്ട് കൊടുക്കും. സെൻട്രൽ വിഹിതത്തിൽ ഇപ്പോൾ അർബൻ ചാലഞ്ച് വഴി ഇപ്പോൾ നഗരസഭകൾക്കൊന്നും ആ വിഷയം വരാൻ പോണില്ല. 5000 കോടിയാണ് മെനഞ്ഞാന്ന് ഞങ്ങളതിൻ്റെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞതാണ്. 5000 കോടി എന്ന് പറയുന്നത് 20,000 കോടിയാണ്. കാരണം 5000 എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഗ്രാൻഡാണ്. അതിൻ്റെ കൂടെ ലോണായിട്ടോ മുനിസിപ്പാലിറ്റിക്ക് 25% ചേർക്കാം, 50% PPP ആയിട്ട് പുറത്തുനിന്ന് വരാം. അങ്ങനെ വെച്ചാൽ 5000 എന്നത് 20,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിൽ നടക്കുകയാണ്. അതിൻ്റെ ട്രെയിനിങ്ങൊക്കെ മെനഞ്ഞാന്ന് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പക്ഷേ എന്ന് കരുതി അതൊരു പ്രശ്നമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രശ്നമാണ്. എല്ലാവരും മുറുക്കി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് താങ്കളോട് സൂചിപ്പിച്ച പോലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അടക്കം മുടിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സംഗതി വഴി. അപ്പോൾ അതിലൊരു ആശങ്ക ഉണ്ടാവില്ല അവർക്ക്. ഭിന്നശേഷി കുട്ടികളുടെ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് ഞങ്ങളെ ഭാഗത്തുനിന്നാവാനായിട്ടില്ല. ഒരു മാസം ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു മോസ്റ്റ് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു മേഖലയിലും ഒരു ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഉണ്ടാക്കില്ല. അതൊക്കെ പരീക്ഷിച്ചു. ഇപ്പോൾ PMC ആയിട്ട് ഇനി അതൊരു വർത്തമാനത്തിൻ്റെ കാര്യമില്ലല്ലോ. ആ സമിതി വരുന്നത് വരെ അതിനകത്ത് പറയുന്ന കമൻറ്റുകൾക്കൊന്നും യാതൊരു കാര്യമില്ല. ഈ ന്യൂനപക്ഷ മേഖലയിലുള്ളവർക്ക് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ആശങ്ക ഈ സംഗതിയിലുണ്ട്. അപ്പോൾ PMC പദ്ധതി വഴി അപ്പോൾ താങ്കൾ ന്യൂനപക്ഷ ഇതായിട്ടാണോ വന്നിട്ടുള്ളത്? അപ്പോൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ? അങ്ങനെ എന്താണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊരു കമൻറ്റും പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നിരവധി തവണ ചർച്ച ചെയ്താണ്. ചർച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു പോയിന്റ് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് സമിതി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് തെരുവുനായ്ക്കളുടെ വിഷയം ഏറ്റവും അടിയന്തരമായിട്ട് ഇടപെട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി ഉണ്ടെങ്കിൽ കൂടി പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വേണ്ട രീതിയിൽ അതിൽ ഇടപെടുന്നില്ല. വലിയ പരാതികൾ എല്ലായിടത്തും ലഭിക്കുന്നു. ആക്രമിക്കപ്പെടുന്ന കുട്ടികൾ. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നമല്ല. അവരെ മാത്രം പറയുന്നൊരു കുറ്റം പറഞ്ഞുകൂടാ. കാരണം ഞങ്ങൾ വകുപ്പിൽ തന്നെ അതിന് ഡയറക്ഷൻ കൊടുക്കാനുള്ള സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പഠിച്ചിട്ട് ഇതിനകത്ത് ഇറങ്ങാൻ കഴിയുള്ളൂ. ഞങ്ങളതിൻ്റെ മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദയാവധം എന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വളരെ റീസെൻ്റായിട്ട് അത് വരും. ഈ വരുന്ന 17-ാം തീയതി എനിക്ക് തോന്നുന്നു കിലയിൽ വെച്ചിട്ട് അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് തന്നെ പഞ്ചായത്ത് സമിതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അടിയന്തരമായി ഇടപെടൽ ആവശ്യമുള്ളൂ. ജനങ്ങൾ കുറച്ച് പാനിക്കാണ്. നിർബന്ധമായി കുറച്ചൊന്നല്ല, വലിയ നിലക്ക് പാനിക്കാണ്. ഞാനും അതിൻ്റെ ആശങ്കയുടെ കൂടെയുള്ളത്. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഈ ഓൺലൈൻ ഗ്രാമസഭ എന്ന് പറഞ്ഞു, അത് പ്രതീക്ഷയ്ക്ക് വകയുള്ളത്
എന്നല്ലേ? എന്താ പറയുക, അപ്രതീക്ഷിതമാണ്. പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വരുന്നതോട് കൂടിയിട്ട് പറഞ്ഞില്ല. ഗ്രാമസഭകളിൽ ഇപ്പം തന്നെ ചെറിയ പെർസെൻറ്റേജ് മെമ്പർമാരൊക്കെ എന്താ പറയുക മിനിറ്റ്സ് ഉണ്ടാക്കൽ മാത്രം പണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറേ കൂടെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ ആളുകളെ ഇൻവോൾവ് ചെയ്യിക്കാൻ നോക്കുന്നു. അതതിൻ്റെ കാര്യം. എല്ലാവരുടേതുമാണ് ഗ്രാമസഭ എന്ന ഫീൽ ഉണ്ടാക്കുന്നത്. അത്രമാത്രമുള്ളത്. അതിനകത്ത് വലിയ ഒരു വിപ്ലവമായിട്ട് ഞങ്ങളും പറഞ്ഞിട്ടില്ല. അങ്ങനെ വലിയ വിപ്ലവം നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്തൊന്നുമില്ല കാര്യമായിട്ട്. CCN ചെർപ്പുളശ്ശേരി. സർവീസ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ചു. മഞ്ചേരി മുനിസിപ്പാലിറ്റി 7-ാം വാർഡിൽപ്പെട്ട നെല്ലിപ്പറമ്പ് മേലാക്കം കല്ലിങ്ങൽ പെട്രോളിയത്തിന് മുന്നിലെ സർവീസ് സെന്ററിലാണ് സംഭവം. പള്ളിയാലിൽ മുബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ഹോണ്ട സിറ്റി കാറാണ് കത്തിയത്. ഷൌക്കത്ത് അലി എന്നയാളുടെ സർവീസ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാർ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് കത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. തീ പടരുന്നത് കണ്ട് ഉടൻ തന്നെ മഞ്ചേരി അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. സേനയുടെ 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. നിരവധി വാഹനങ്ങളും ആളുകളും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നിട്ടും അഗ്നിരക്ഷാസേനയുടെ അവസരോചിതമായ ഇടപെടൽ കാരണം വൻ ദുരന്തമാണ് ഒഴിവായത്. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കാനായിത്തൊടി മണ്ണമ്പറ്റ അംഗൻവാടികൾ സ്മാർട്ട് പദവിയിലേക്ക്. നിലവാരം ഉയർത്തിയതിന്റെ ഉദ്ഘാടനം K. പ്രേംകുമാർ MLA നിർവഹിച്ചു. രണ്ട് പൊതുസ്ഥാപനങ്ങളിലായിട്ടാണ് അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് എന്നതും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അംഗൻവാടി ഒരു പൊതുസ്ഥാപനമാണ്. അതുപോലെ തന്നെ മണ്ണമ്പറ്റയിലെ ശ്രദ്ധേയമായ ഒരു പൊതുസ്ഥാപനമാണ് നമ്മുടെ ഈ ഭാരതി വായനശാല. അവിടെ ഉദ്ഘാടനവും ഇവിടെ അതുമായി ബന്ധപ്പെട്ട സമ്മേളനവും നല്ല നിലയിൽ ഇവിടെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പൊതുസ്ഥാപനങ്ങളെ നാടിന്റെ ആകെ ശ്രദ്ധയാകർഷിക്കുന്ന നിലയിലേക്ക് മാറ്റാനും ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താൻ എന്തെങ്കിലും കാരണവശാൽ വിമുഖത കാണിക്കുന്നവരുണ്ടെങ്കിൽ അവരാ വിമുഖത മാറ്റി അംഗൻവാടിയുടെ അതിന്റെ തുടർച്ചയിൽ വായനശാലയുടെ ഒക്കെ ഭാഗമായി മാറണമെന്ന് അഭ്യർത്ഥിക്കുക കൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. ഞാൻ അംഗൻവാടിയിൽ പോയിട്ടുള്ള ഒരാളാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ വീട്ടുകാർ നമ്മളെ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുള്ളതാണ്. എന്റെ 2 മക്കളും എന്റെ വീടിനടുത്തുള്ള കുളക്കാട് അംഗൻവാടിയിൽ പോയിട്ടുള്ളതാണ്. അംഗൻവാടികളിലുള്ള ഒരു ചെറിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ നേരത്തെ രക്ഷിതാക്കളൊന്നും അത്ര തിരക്കുള്ളവരായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ശരിയാണോന്ന് എനിക്കറിയില്ല, എന്റെ ശരി ഞാൻ പറയുകയാണ്. മാത്രമല്ല പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബമാകുമ്പോ കുട്ടിയെ ഒന്ന് കൊണ്ടുപോയാക്കണം എന്ന് പറഞ്ഞാൽ അമ്മ ഇല്ലെങ്കിലും അച്ഛനില്ലെങ്കിലും അവിടെയുള്ള മുത്തശ്ശിയോ എന്നെയൊക്കെ അംഗൻവാടിയിൽ അപൂർവേണ അമ്മ വന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒരു മുത്തശ്ശിയാണ് എന്നെയൊക്കെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് കൊണ്ടുചെന്നാക്കല് തിരിച്ചു കൊണ്ടുവരലും ഒരു വലിയ പ്രയാസമായിട്ട് കൂടുതൽ കാണുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ICDS സൂപ്പർവൈസർ AS ജിസ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2025-26 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.4 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 2 അംഗൻവാടികൾ സ്മാർട്ടാക്കി മാറ്റിയത്. ശിശു സൗഹൃദമായ ഇരിപ്പിടങ്ങൾ, ചുമർചിത്രങ്ങൾ, ഔട്ട്ഡോർ ഗെയിം ഉപകരണങ്ങൾ, ഫ്ലോർ മാറ്റ്, സൗണ്ട് ബോക്സ് തുടങ്ങി വിവിധ സൗകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി 2ഇടത്തും ഒരുക്കിയിട്ടുണ്ട്. മണ്ണമ്പറ്റ അംഗൻവാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ CV അനിത, വൈസ് പ്രസിഡന്റ് M. അരുണ, ക്ഷേമ സ്ഥിരം സമിതി അധ്യക്ഷ KK ലിനി, മെമ്പർമാരായ C. ഓമന, N. വിദ്യാലക്ഷ്മി, K. ശാലിനി, V. ഗിരിജ, P. രജനി, ആസൂത്രണ സമിതി അംഗം MC. വാസുദേവൻ, C. ഹരിദാസൻ, C. അംബികാദേവി, K. ബിന്ദു എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ലഹരി മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തണ്ടർ പരിശോധനകളുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ വൻ മയക്കുമരുന്ന് വേട്ട. കഞ്ചാവും MDMA-യുമായി പുലാമന്തോൾ സ്വദേശി പിടിയിലായി. പുലാമന്തോൾ കുരുവമ്പലം കോരങ്ങാട് ആലിക്കപ്പറമ്പിൽ അഫ്സൽ ഉബൈദ് എന്നയാളെ 112 ഗ്രാം MDMA, 6 ഗ്രാം കഞ്ചാവ്, മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിച്ച 20,000 രൂപ എന്നിവയുമായി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ചും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസും സംയുക്തമായി പ്രതിയുടെ വീട്ടിൽ നടത്തിയ മിന്നൽ റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത്. മുൻപും മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ എക്സൈസിലും കൊളത്തൂർ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള കാപ്പ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും മയക്കുമരുന്ന് കച്ചവടം തുടരുകയായിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ പെരിന്തൽമണ്ണ എക്സൈസിന്റെ കടുത്ത രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു. CCN പെരിന്തൽമണ്ണ. മലപ്പുറത്തെ ഒടായിക്കലിൽ ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മമ്പാട് സ്വദേശിയായ യാഷിക്കാണ് മരിച്ചത്.
എടവണ്ണ ഭാഗത്തു നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഒഴുക്കിൽപ്പെട്ട യാഷിക്കിനായി 3 ദിവസമായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. 4-ാം ദിവസമായ വെള്ളിയാഴ്ച തിരച്ചിൽ ആരംഭിച്ചതിനിടെയാണ് പ്രതീക്ഷകൾ വിഫലമാക്കി മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഒഡായിക്കൽ പാലത്തിനു താഴെ വെച്ചാണ് യാഷിക് ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രിയിലടക്കം 2 ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ ആരംഭിച്ച തിരച്ചിലിനിടെ എടവണ്ണ പാലം ഭാഗത്ത് മൃതദേഹം അടിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കരയ്ക്കെത്തിച്ച മൃതദേഹം ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. CCN മലപ്പുറം. വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എല്ലാ സ്കൂളുകളിലും എത്തിക്കുമെന്ന് മന്ത്രി KA തുളസി. മങ്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നമ്മുടെ UDF സർക്കാരിന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഹയർ സെക്കൻഡറി ഒരു കുട്ടി പോലും സീറ്റ് കിട്ടാതെ വിഷമിക്കരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് ചോദിക്കുകയാണ് ഏതൊക്കെ സ്കൂളിലാണ് പുതിയ കോഴ്സുകൾ വേണ്ടത്. കുട്ടികൾ സീറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടരുത് എന്നുള്ള തിരിച്ചറിവോടുകൂടി ബോധ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു MLA എന്നുള്ള നിലയിൽ ഞാനും എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള സ്കൂളുകളുടെ അപേക്ഷകൾ പുതിയ കോഴ്സിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ കൈമാറി അടുത്ത ദിവസം തന്നെ ആ സ്കൂളുകൾക്കൊക്കെ ആ പുതിയ കോഴ്സ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് അവരുടെ സ്കൂളിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ എത്തും. പിന്നെ കുട്ടികൾക്കും എന്റെ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളിലും കുട്ടികൾക്ക് സഹായം അതുപോലെ കാലാനുസൃതമായിട്ടുള്ള വിവര സാങ്കേതിക വിദ്യയുടെ ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് നമ്മുടെ സ്കൂളുകളിലെ എത്തിക്കാനുള്ള പ്രവർത്തനമായിട്ട് നിങ്ങൾക്കൊപ്പം MLA എന്നുള്ള നിലയിൽ ഞാനുണ്ട്. പരീക്ഷകളിൽ നേടുന്ന മികവുറ്റ വിജയങ്ങളിൽ കുട്ടികൾ മതിമറക്കരുത്. ആ നേട്ടങ്ങളെ ഭാവി കരുപിടിപ്പിക്കാനുള്ള പ്രചോദനമായി കാണണമെന്നും മന്ത്രി പറഞ്ഞു. SSLC, ഹയർ സെക്കൻഡറി, LSS, USS, NMMS എന്നീ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത അധ്യക്ഷയായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KR ആതിര, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ജിൻസി, മങ്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R ശാലിനി, ഗ്രാമപഞ്ചായത്ത് അംഗം VR രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN പാലക്കാട്. എളുമ്പുളശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവ ചടങ്ങുകൾ ജൂലൈ 18 ശനിയാഴ്ച സമാപിക്കും. താന്ത്രിക ചടങ്ങുകളിലും കലാപരിപാടികളിലും എല്ലാ ഭക്തജനങ്ങളും പങ്കാളികളാകണമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ജൂലൈ 6-നാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രിമാരായ അണ്ടലാടിമന ദിവാകരൻ നമ്പൂതിരിപ്പാട്, ഉണ്ണി നമ്പൂതിരിപ്പാട്, വിഷ്ണു നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരും മുൻ മേശാന്തിമാരും അങ്ങനെ താന്ത്രിക ക്രിയകൾക്ക് ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക തന്നെയാണ് ഇവിടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഈ നവീകരണ കലശത്തോടു കൂടി ഭഗവതിയുടെ ചൈതന്യം വർദ്ധിച്ച് ഈ ദേശത്തേക്കും ഈ ലോകത്തിന് തന്നെ ഉപകാരപ്രദമാവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഇതിനോട് ആത്മാർത്ഥമായ സഹകരണവും സാന്നിധ്യവും താല്പര്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശനിയാഴ്ച മുൻ ഗുരുവായൂർ മേൽശാന്തി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് മഹാഭഗവതി സേവ, ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാരുടെ സോപാന സംഗീതം എന്നിവ നടന്നു. വൈകുന്നേരം നൃത്തസന്ധ്യയും നടന്നു. ഇപ്പോ നമുക്ക് അറിയാം, ഈ അമ്പലത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഗംഭീരമായിട്ടുള്ള ആഘോഷ പരിപാടികളോടും 3 നേരത്തോടുള്ള അന്നദാനത്തോടു കൂടിയാണ് നടന്നു വരുന്നത്. വരുന്ന എല്ലാ ആൾക്കാരും പ്രസാദമുട്ട്, അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഗംഭീരമായ ആഘോഷ പരിപാടികൾ, സമ്പ്രദായ ഭജന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗംഗാ ശിശുധരൻ്റെ ഗംഗാതരംഗമുണ്ട്. അങ്ങനെ എല്ലാ ആഘോഷ പരിപാടികളും കൂടാണ് ഈ പ്രോഗ്രാം നടന്നു വരുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രത്തിൽ വിപുലമായ ഉദ്ഘാടന സമ്മേളനവും പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിക്കും. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ശ്രീകോവിൽ, ചുറ്റമ്പലം, ചുറ്റുമതിൽ, കൃഷ്ണശീല പതിച്ച തിരുമുറ്റം, പ്രദക്ഷിണ വഴി എന്നിവയുടെ ഔദ്യോഗിക സമർപ്പണം, ആധ്യാത്മിക ഹാൾ എന്നിവയുടെ സമർപ്പണവും നടക്കും. ക്ഷേത്രം നൽകുന്ന അണ്ടലാടി നാരായണ നമ്പൂതിരിപ്പാട് സ്മാരക പ്രഥമ ഭദ്രയനം പുരസ്കാരം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ VS ശ്രീകുമാറിന് സമ്മേളനത്തിൽ വെച്ച് സമർപ്പിക്കും. ഇന്ന് കലാമണ്ഡലത്തിലെ പ്രസിദ്ധരായ നർത്തകികളെ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ, നൃത്തനൃത്യങ്ങൾ, അതുപോലെ നാളത്തെ ഗംഗാ ശശിധരൻ്റെ ഗംഗാതരംഗം, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി
നാളെ നടത്തുന്ന പൊതുസമ്മേളനം കൂടാതെ പ്രസിദ്ധരായ കലാകാരന്മാരുടെ തായമ്പക എന്നിവയെല്ലാം ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ്. അപ്പോൾ അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. എല്ലാ നാട്ടുകാരും ഈ കാര്യത്തിൽ പങ്കെടുക്കണം എന്ന് മാത്രം പറയാം. ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനങ്ങളും നിർവഹിക്കും. 7 മണിക്ക് ഗംഗാ ശശിധരൻ അവതരിപ്പിക്കുന്ന ഗംഗാതരംഗം വയലിൻ ഫ്യൂഷൻ നടക്കും. തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിക്ക് വ്യാസൻ PM നയിക്കുന്ന ആധ്യാത്മിക പ്രഭാഷണം നടക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം സർവൈശ്വര്യ പൂജയുണ്ടാകും. പ്രതിഷ്ഠാ ചടങ്ങുകൾ 10ാം ദിവസമായ ജൂലൈ 15 ബുധനാഴ്ച നടക്കും. രാത്രി 7 മണിക്ക് മേളപ്രമാണികളായ കൽപ്പാത്തി ബാലകൃഷ്ണൻ, ശുഗപുരം ദിലീപ് എന്നിവർ അണിനിരക്കുന്ന ഡബിൾ തായമ്പക അരങ്ങേറും. വ്യാഴാഴ്ച വൈകുന്നേരം 6:30 S മഹതി നയിക്കുന്ന സംഗീത സന്ധ്യ അരങ്ങേറും. 8:30 പോരൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ അണിനിരക്കുന്ന ഡബിൾ തായമ്പകയും നടക്കും. വെള്ളിയാഴ്ച നെടുമ്പള്ളി രാംമോഹൻ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും രാത്രി 7 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ കലാമണ്ഡലം ബലരാമൻ, മഞ്ചേരി ഹരിദാസ് എന്നിവർ അണിനിരക്കുന്ന ഡബിൾ തായമ്പകയും അരങ്ങേറും. ശനിയാഴ്ച സമാപന ദിനത്തിൽ രാവിലെ 7 മണിക്ക് ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും 9 മണിക്ക് കോങ്ങാട് മധു, ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ തുടങ്ങിയവർ അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറും. വൈകുന്നേരം 6:45 നടക്കുന്ന ഭക്തി നിർഭരമായ മഹാദേശ ഗുരുതിയോടുകൂടി കലശ മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ഉള്ള ചൈതന്യത്തിന് നമ്മൾ നവീകരിക്കുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ കിടാവിളക്ക് വെക്കുന്നുണ്ടെങ്കിൽ ആ വിളക്ക് കെടാതെ ആ തിരിയിൽ നിന്ന് വേറൊരു തിരിയിലേക്ക് ഈ അഗ്നിയെ പകർന്ന് ഈ വിളക്കാവുന്ന വിളക്കിൽ വല്ല മാലിന്യങ്ങളുണ്ടെങ്കിലോ ഇന്ധനം ആവുന്ന എണ്ണയിൽ വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ അതിനെല്ലാം മാറ്റി ഈ വിളക്ക് തുടച്ച് വൃത്തിയാക്കി വീണ്ടും ഈ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുള്ള ചൈതന്യത്തിന് അല്ലെങ്കിൽ അഗ്നിയെ വീണ്ടും അങ്ങോട്ട് പകരുക എന്നുള്ളതാണ് ഈ നവീകരണത്തിൻ്റെ ചെറിയ രൂപം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ക്ഷേത്രത്തിലുള്ള ചൈതന്യത്തിനെ നമ്മൾ ജീവകലശം എന്ന് പറഞ്ഞ് ജീവോദ്വാസന വിഗ്രഹത്തിൽ മുമ്പ് പ്രതിഷ്ഠിച്ചിട്ടുള്ള ചൈതന്യത്തിനെ ഒരു കലശം പൂജിച്ച് അതിലേക്ക് ആ ചൈതന്യം ആവാഹിക്കുകയും പിന്നീട് നമ്മൾ ഈ വിഗ്രഹത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്ത് പ്രതിഷ്ഠാ ദിവസത്തിൻ്റെ അന്ന് പ്രതിഷ്ഠയുടെ മുഹൂർത്തം കാലത്ത് 5:30 മുതലുള്ള മുഹൂർത്തത്തിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഈ ജീവകലശ അഭിഷേകം ചെയ്യുന്നതോടുകൂടി പ്രതിഷ്ഠാ കർമ്മങ്ങൾ കഴിയുകയും പിന്നീട് 3 ദിവസം നമ്മൾ വീണ്ടും പൗഷ്ടിക കർമ്മങ്ങൾ ചെയ്ത് അവസാനത്തെ ദിവസമായിട്ടുള്ള 18-ാം തീയതി നമ്മൾ ഈ സഹസ്രകലശം അഭിഷേകം ചെയ്യുന്നതോട് കൂടിയിട്ട് നവീകരണത്തിൻ്റെ ക്രിയകൾ പൂർണ്ണമാവും. CCN കടമ്പഴിപ്പുറം. കനി കലാകൂട്ടായ്മ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി കളിയറിവ് 2026 എന്ന പേരിൽ ലോകകപ്പ് ഫുട്ബോൾ ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു. ജൂലൈ 13 വൈകിട്ട് 3 മണിക്ക് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചാണ് മത്സരം. ഫുട്ബോൾ ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലൈവ് ക്വിസായിട്ടാണ് നടത്തുന്നത്. സാധാരണ ക്വിസ് എക്സാമിനും വ്യത്യസ്തമായിട്ടാണ്. അതുപോലെ തന്നെ ഈ ക്വിസ് മത്സരം നടത്തുന്ന വ്യക്തിയുടെ ഒരു പ്രാധാന്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശ്രീ നൗഷാദ് ഖാൻ പാലക്കാട് സ്വദേശിയും റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും കൂടാതെ 100-ൽ പരം ക്വിസ് മത്സരം സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ച ഒരു വ്യക്തിയാണ് ശ്രീ നൗഷാദ് ഖാൻ പാലക്കാട്. അദ്ദേഹം ഒരു ഭിന്നശേഷി വ്യക്തി കൂടിയാണ്. അദ്ദേഹമാണ് ഈ ക്വിസ് മത്സരം നയിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കനി കലാകൂട്ടായ്മ നടത്തുന്ന സെക്കൻഡ് സീസണാണ് ഈ ക്വിസ് മത്സരം. മുൻപ് കഴിഞ്ഞ ലോകകപ്പിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 2 പേരടങ്ങുന്ന ടീമുകളായി കേരളത്തിലെ ആർക്കും മത്സരത്തിൽ പങ്കാളിയാവാം. വിജയികൾക്ക് ക്യാഷ് പ്രൈസിന് പുറമെ മറ്റു പാരിതോഷികങ്ങളും നൽകി ആദരിക്കുന്നതാണ്. 100-ലധികം വേദികൾ നിയന്ത്രിച്ചിട്ടുള്ള മുൻ ഇന്ത്യൻ വ്യോമസേന അംഗം കൂടിയായ നൗഷാദ് ഖാൻ പാലക്കാടാണ് ക്യൂസ് മാസ്റ്റർ. കളിയറിവിന്റെ ഈ വേദിയിൽ ദേശീയ അന്തർദേശീയ ഫുട്ബോൾ താരങ്ങളെ ആദരിക്കുന്നതായിരിക്കും. പരിപാടിയിൽ ജനപ്രതിനിധികളും ഫുട്ബോൾ താരങ്ങളും പങ്കെടുക്കും. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചെർപ്പുളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് അർബൻ ചാലഞ്ച് ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. പന്നിയംകുറിശി തൂത റോഡിന്റെ 2ാം ഘട്ട ഉദ്ഘാടനം EMS ടൗൺ ഹാളിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവീസ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ചു. മഞ്ചേരി മുനിസിപ്പാലിറ്റി 7ാം വാർഡിൽപ്പെട്ട നെല്ലിപ്പറമ്പ് മേലാക്കം കല്ലിങ്ങൽ പെട്രോളിയത്തിന് മുന്നിലെ സർവീസ് സെന്ററിലാണ് സംഭവം. ലഹരി മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തണ്ടർ പരിശോധനകളുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ വൻ മയക്കുമരുന്നുവേട്ട. കഞ്ചാവും MDMAയുമായി പുലാമന്തോൾ സ്വദേശി പിടിയിലായി. വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എല്ലാ സ്കൂളുകളിലും എത്തിക്കുമെന്ന് മന്ത്രി KA തുളസി. മങ്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.